യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് എടുത്തു പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം താഴ്മ. നമുക്കില്ലാത്തതും താഴ്മ. ദൈവവേലയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിനാൽ, ദൈവത്തെ ആരാധിച്ചതിനാൽ, ഈ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതിനാൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് ക്ഷമിക്കുവാൻ, ഒരു വാക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നമ്മൾ ഈ പൗലോസിനെ കുറിച്ച് എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ കേൾക്കും? രക്ഷിക്കപ്പെട്ടവർ അവർ യേശുവിനോട് കൂടെ നടക്കും. അവൻ രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു, ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. റോമർക്കെഴുതിയ ലേഖനം പറയുമ്പോൾ മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ശിക്ഷയിൽ നിന്നും എന്ത് ചെയ്യപ്പെട്ടു? അവൻ രക്ഷപ്പെട്ടു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഫിലിപ്പിയൻ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പൗലോസുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ പുസ്തകം, ലേഖനവേദ ഭാഗങ്ങൾ വായിക്കുകയും എടുക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മളെ കൂടുതൽ ഉത്സാഹപ്പെടുത്തും. കാരണം പൗലോസ് ആരായിരുന്നു? പൗലോസ് ഒരു മിഷണറി ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ബൈബിളിൻ്റെ ഏറ്റവും അടിഭാഗം എടുത്ത് ഇങ്ങനെ പുറകില് പൗലോസിന്റെ 3 മിഷണറി യാത്രയെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ആ പൗലോസ് യാത്ര ചെയ്ത ഇടങ്ങൾ മുഴുവൻ എന്തുണ്ടായി? സഭയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസ് ആസയിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഫിലിപ്പിയ സഭയുണ്ടായത്. ഫിലിപ്പിയ സഭയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത എന്നറിയാമോ? ഏറ്റവും അധികം ദൈവവേലയിൽ പൗലോസിനോട് ചേർന്ന് പ്രവർത്തിച്ചവരും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പൗലോസിനെ സഹായിച്ചതുമായ ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 2 കാര്യം: ഒന്ന്, അവർ പ്രവർത്തിച്ചു; 2, അവര് കൊടുത്തു. അത് 4-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുന്നത്. കേൾക്കാൻ നല്ല സുഖമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവേലയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിനാൽ, ദൈവത്തെ ആരാധിച്ചതിനാൽ, ഈ ആലയവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതിനാൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് ക്ഷമിക്കുവാൻ, ഒരു വാക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നമ്മൾ ഈ പൗലോസിനെ കുറിച്ച് എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ കേൾക്കും? അദ്ദേഹം കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആർക്കെടുത്തെഴുതുന്നത്? ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നത്. എന്തിനെഴുതുന്നറിയാമോ? സാമ്പത്തികമായി സഹായിച്ചതിനും പ്രവർത്തനത്തിൽ കൂട്ടുനിന്നതിനും വേണ്ടി നന്ദി പറഞ്ഞതുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുകയാണ്. എന്നു മാത്രമല്ല, പൗലോസ് ഈ ലേഖനത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് ജീവിതാനുഭവത്തിലും നമ്മൾ പീഡനമോ, വൈഷമ്യങ്ങളോ, കഷ്ടമോ, പട്ടിണിയോ, സമൃദ്ധിയിലോ, ഏത് ജീവിത സാഹചര്യത്തിലായിരുന്നിരുന്നാലും ക്രിസ്തു എനിക്ക് മതിയായവൻ എന്നെടുത്തു കാണിക്കുന്നതാണ് ഈ ലേഖനം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് തന്നെ 18-ൽ പരം കാണുന്ന ഒരു ശബ്ദം ഇതിനകത്തുണ്ട്. ഈ 4 അധ്യായത്തിൽ എന്താണെന്നറിയാമോ? സന്തോഷിപ്പീൻ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, സന്തോഷിപ്പീൻ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത്ര ശക്തമേറിയ ഒരു ലേഖനമാണ്. വീണ്ടും തൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ ഈ ഫിലിപ്പിയ സഭയെ വീണ്ടും ആര് ചെയ്തു? പൗലോസ് പോയി സന്ദർശിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുക.
സുവിശേഷീകരണത്തിനായിട്ടുള്ള പ്രചോദനവും പ്രോത്സാഹനവും ആനന്ദവുമാണ് ഈ ലേഖനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ 4 അധ്യായത്തെ 4ആയിട്ട് നമുക്ക് വിഭാഗിക്കാം. 1-ാമത്തെ അധ്യായം വരുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തുവിലുള്ള സന്തോഷം. 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മുടെ മാതൃകയായ ക്രിസ്തുവിലുള്ള സന്തോഷം. 3-ാമത്തേത് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യമായ ക്രിസ്തുവിലുള്ള സന്തോഷം. അതിന്റെ 4-ാമത്തെ അധ്യായത്തില് നമ്മുടെ മതിയായവനായ ക്രിസ്തുവിലുള്ള സന്തോഷം. 4 കാര്യങ്ങൾ. 1, ജീവനായ ക്രിസ്തു, മാതൃകയായ ക്രിസ്തു, ലക്ഷ്യമായ ക്രിസ്തു, മതിയായവനായ ക്രിസ്തു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 2-ാമത്തെ അധ്യായമാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ മാതൃകയായ ക്രിസ്തുവിലുള്ള സന്തോഷം. നമ്മുടെ മാതൃകയായ ക്രിസ്തുവിലുള്ള സന്തോഷം. അനേകർക്കും മോഡലുണ്ട് അല്ലേ? ഓരോരുത്തർക്കും മോഡലുണ്ട്. ഇന്ന ആളാണ് എൻ്റെ മാതൃക, ഇന്ന ആളാണ് എൻ്റെ മാതൃക. പക്ഷേ യഥാർത്ഥമായി യോഗ്യനായ ഒരു മാതൃക നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആരെ കാണാൻ പറ്റും? യേശോപ്പച്ചനെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതാ പൗലോസ് പറയുന്നത്. വായിച്ചേ, നമ്മളതിൻ്റെ 5-6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ വിശ്വാസിയോടും ശുശ്രൂഷകരായ ഞങ്ങളോടും എല്ലാവരോടും കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളോട് പൗലോസ് പറയുക, ഫിലിപ്പിയ സഭയോട്, ലൈഫ് ഫെലോഷിപ്പ് സഭയോട് യേശു കർത്താവ് പൗലോസിൽ കൂടെ എഴുതപ്പെടുക. എന്താണെന്നറിയാമോ? ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്തുവാ ക്രിസ്തുവിലുള്ള ഭാവം? ആരായിരുന്നു ക്രിസ്തു? ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും അറിഞ്ഞും അറിയാഴികയും നമ്മൾ ആരാധിച്ചും പ്രസംഗിച്ചും നടത്തിയും വരുമ്പോൾ മറന്നുപോകുന്ന ഒരു അതിപ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? യേശു കർത്താവ്. പലപ്പോഴും അവർക്ക് നമ്മൾ എന്തിനു പാടുന്നു, എന്തിനു പ്രസംഗിക്കുന്നു, എന്തിനു ചെയ്യുന്നു, എന്നാ ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. അതിനാണ് ആ പാട്ടുകാരൻ പറഞ്ഞത്, രാത്രി കഴിയുവാറായി പകലേറ്റം അടുത്തു. ഒന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ചുരുക്കം, നമ്മൾ ഈ ചെയ്തു കാണിക്കുന്ന സകലത്തിൻ്റെയും ചുരുക്കം എന്ന് പറയുന്നത്, അതിനൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. സമ്മതിക്കുന്നോ ഇല്ലയോ? ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം എന്തുവാ? പ്രത്യാശ. നാം പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യത്തിനും നന്മയ്ക്കും പുഷ്ടിക്കും ഒക്കെയാണ് നമ്മൾ രുചികരമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുക്കുകയും ചെയ്യുന്നത്. ആയതുപോലെ തന്നെ നമുക്കൊരു ആധ്യാത്മിക ജീവനുണ്ട്, ഒരു ആത്മീക ജീവനുണ്ട്. ഈ ശരീരത്തെ നാം എന്തുമാത്രം പുഷ്ടിയുള്ളതാക്കി തീർത്തിരുന്നാലും ഒരു നാൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ഉപേക്ഷിക്കപ്പെടേണ്ടതായിട്ട് വരും. ആരോഗ്യമുള്ള മനുഷ്യൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യില്ല? ചിന്തിക്കത്തേയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, അതിനാ പ്രത്യാശ, ആത്മാവെന്ന് പറയുന്നത്. ഇതിനുള്ളിലിരിക്കുന്ന ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവ്, അവനാ ദൈവ പൈതൽ. ദൈവത്തിന് സ്തോത്രം. ആ ശരീരത്തിന് എങ്ങനെ നമ്മൾ പുഷ്ടി വരുത്തണമോ അതുപോലെ നമ്മൾ പുഷ്ടി വരുത്തപ്പെടേണ്ട ഒന്നാണ് എന്ത്? ആത്മാവിൻ്റെ ആന്തരിക ജീവിതം. ആത്മീക മനുഷ്യൻ അവനെന്ത് ചെയ്യപ്പെടണം? അവൻ ശക്തിപ്പെടണം, അവൻ ഉത്സാഹപ്പെടണം, അവൻ സന്തോഷിക്കണം, അവൻ നടക്കണം ദൈവത്തോടൊപ്പമായി. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള. അതിനാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിലുള്ള ഭാവത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പല കാര്യങ്ങൾ പറയുന്നെങ്കിലും അതിപ്രധാനപ്പെട്ട 2 കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. 1. 2, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. യേശു ആരായിരുന്നു? ആരെയാ നമ്മൾ ആരാധിക്കുന്നേ? ഈ പ്രപഞ്ചത്തെ നമുക്കറിയാമോ? അല്ലേ? എൻ്റെ വൈഫിൻ്റെ വീട് മൂന്നാറാണ്. നിങ്ങളൊക്കെ പോയിട്ടുണ്ടായി. പോകാത്തൊരു പ്രാവശ്യം കൂടെ പോകണം. ഞാൻ അറേഞ്ച് ചെയ്യാം. ആ കുന്നും മലയെല്ലാം ഒന്ന് പോയി കണ്ടേ. അതുമാത്രമല്ല, അടുത്ത പ്രാവശ്യത്തെ മിഷൻ ഫീൽഡ് വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങൾ ഹിമാചലിലും ഉത്തരാഖണ്ഡിലും കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകാം. ഞാൻ അൽമോഡ കഴിഞ്ഞ് പിത്തോറാഗഡ് പോകാൻ വേണ്ടി പാതി ദൂരം പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. എന്തുകൊണ്ടെന്നറിയാമോ? പേടിച്ചിട്ട്. എന്തോ പർവ്വത നിലകളാ.
മനുഷ്യനെ ദൈവം എങ്ങനെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. രാവിലെ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സൂര്യൻ വരുന്നുണ്ട്, ഇല്ലയോ? സന്ധ്യയാകുമ്പോൾ അദ്ദേഹം പോകുന്നുമുണ്ട്, ഇല്ലേ? നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജൂൺ മാസം ഇപ്പം ഇല്ല, ഇപ്പം കാലാവസ്ഥയ്ക്ക് വ്യത്യാസമാണ്, പക്ഷേ ജൂൺ 1 പറയുമ്പം മഴയുണ്ട്. നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ, നമ്മളുടെ ഈ പ്രകൃതി മറ്റു ഏത് സംസ്ഥാനത്തിനും ഇല്ലാത്ത പ്രകൃതിയാണ് നമ്മുടെ പ്രകൃതി. ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം തമ്പുരാനുണ്ട്. അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? നമ്മളുടെ മെനക്കെട്ട ജീവിതത്തെ കണ്ട് അദ്ദേഹം അവിടെ നിന്ന് വന്നു, മനുഷ്യനായി ദാസരൂപം എടുത്തു. വേറെ എന്നാ പറയുന്നേ? ദാസരൂപം എടുത്ത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് എടുത്തു പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം താഴ്മ. നമുക്കില്ലാത്തതും താഴ്മ. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന സ്വഭാവം താഴ്മ, നമുക്കില്ലാത്തതും താഴ്മ. ദൈവത്തിന് സ്തോത്രം. അവിടെ നോക്കിയേ, അവൻ സമത്വം മുറുകെ പിടിക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ മനുഷ്യനായി വന്നു. അവന്റെ ജനനം എത്ര സാധാരണ. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ എത്രയോ വലിയതായി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ വളർത്തപ്പനും വളർത്തമ്മയും ആരായിരുന്നു? അവരൊരു തച്ചന്റെ കുടുംബം എന്ന് പറഞ്ഞ ഒരു ആശാരിയായിരുന്നു, സാധാരണക്കാരൻ. അവരുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ പൈതലിനെയും കൊണ്ട് അവർ ആലയത്തിൽ പോയപ്പോൾ കുറുമ്പ്രാവിനെ കൊടുത്തു എന്നാ പറഞ്ഞു, ആടിനെ എന്തുകൊണ്ട് കൊടുത്തില്ല? സാധാരണക്കാരായിരുന്നു. ജനന സമയത്ത് തൻ്റെ ആ കുഞ്ഞിനെ എവിടെ കിടത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു പുൽത്തൊട്ടിൽ. കാരണം വിശ്രമ ആലയങ്ങളിലൊന്നും അവർക്ക് എന്തുണ്ടായില്ല, സ്ഥലം ലഭിച്ചില്ലെന്നാ പറഞ്ഞത്. അവന്റെ പ്രവർത്തനം നോക്കിക്കേ. അവൻ പോയി സാധാരണക്കാരായ 12 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് വന്നു. അവരെ കഴുകി വൃത്തിയാക്കി, അവർക്ക് ജ്ഞാനത്തെയും ബുദ്ധിയും കൊടുത്തു. 3 വർഷക്കാലം അവരെ പരിശീലിപ്പിച്ചു. ഈ ലോകത്തിലെ 12 പേരെ കവിഞ്ഞ് വേറൊരു മനുഷ്യൻ ഇത്രയും സാമർഥ്യമുള്ളവർ ഈ ലോകത്തിലില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാനം അവൻ കണ്ടെത്തിയ വീണ്ടെടുപ്പിന്റെ മാർഗം ശ്രദ്ധിച്ചോ? അവസാനം ഈ ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ താൻ തെരഞ്ഞെടുത്ത ആ ഒരു മാർഗം, ക്രൂശിന്റെ മാർഗം. അവസാനത്തോളം യേശു എന്തേലും പറഞ്ഞോ? എന്തേലും പറഞ്ഞോ? എതിർത്തു പറഞ്ഞോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടായോ? ഞാൻ ശുദ്ധനാന്ന് പറഞ്ഞോ? എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞോ? അവസാനത്തോളം അവൻ അനുസരണമുള്ളവനായി. ഞാൻ അവിടെ അങ്ങ് വിടുക. അപ്പോൾ ഒന്ന്, താഴ്മ ഉണ്ടാകണം ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ. എനിക്കും എൻ്റെ സഭയ്ക്കും എൻ്റെ കുടുംബത്തിനും ഒന്ന് നിനക്ക് താഴ്മ. രണ്ടെന്ത് വേണം? അനുസരണം ഉണ്ടായിരിക്കണം. അനുസരിക്കണം. അത് വിശദീകരിക്കാൻ പോയ ഒത്തിരി വിഷയങ്ങളുണ്ട്. ദൈവത്തെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുക്കന്മാരെ അനുസരിക്കണം, സഭയെ അനുസരിക്കണം, പാസ്റ്ററെ അനുസരിക്കണം, വണ്ടി ഓടിക്കണമെങ്കിൽ ഗവൺമെൻറ്റിനെ അനുസരിക്കണം. വേണ്ടയോ? ഇപ്പം ഞാനൊരു ചെറിയ വണ്ടി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഇങ്ങനെ രാവിലെ ഇങ്ങോട്ട് പോകുന്നവർ ആ ബുക്കും പേപ്പറും എടുത്ത് ആദ്യം ബാഗിനകത്തിട്ടെ, ഉടനെ ബെൽറ്റ് ഇട്ടു, ഇല്ലയോ? അപ്പം സൗകര്യത്തിന് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും വിചാരിക്കരുത്. അത് ക്രിസ്തീയ ജീവിതത്തിലും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയതിനാൽ താഴ്മയുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് തിമോത്തിയോസിനോടും അവിടെയുള്ള സഭയോടും പറയുമ്പോൾ, ഒന്ന്, നിങ്ങൾ താഴ്മ ഉണ്ടായിരിക്കണം. രണ്ട്, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? അനുസരണം. അതിന്റെ ഫലം എന്താണെന്നറിയാമോ? അങ്ങനെ ഉള്ളവർക്ക് എന്തായിരുന്നു പറഞ്ഞത്? അതുകൊണ്ട് 9-ാമത്തെ വാക്യം, ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവം ഉയർത്തണമെങ്കിൽ താഴ്മ അനുസരണം ഉണ്ടാകണം. മനുഷ്യൻ ഉയർത്തണമെങ്കിൽ ഇതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് വേറെ വഴികളുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ഉയർത്തണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ അത്രമാത്രം ഉയർത്തുവാൻ കാരണമായത് എൻ്റെ അനുജനോട് ഞാൻ പറയാറുണ്ട്. ഞാൻ അനുജനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജ്യോതിയോടും ഞങ്ങൾ പറയാറുണ്ട് 2 കാര്യം. ഒന്ന്, അദ്ദേഹം നല്ല കഠിന അധ്വാനിയായിരുന്നു. 2, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. അദ്ദേഹം നല്ലൊരു നിലയിലൊരു ദൈവദാസനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് 1-2 കാര്യങ്ങൾ അതിന് മോളിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതിൻ്റെ 3-ാമത്തെ വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ.
അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടി ആണ്. കഴിഞ്ഞ 2 ദിവസവും ചില കാരണങ്ങളാൽ ഞാൻ ഒത്തിരി ഡിസ്റ്റർബായി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ അല്പം കൂടെ ദൈവവേല ഭംഗിയായി തീരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുവനെ ഒരുവൻ എന്ത് ചെയ്യണം? തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണണം. യേശുപ്പച്ചൻ പോയി കാല് കഴുകി, അല്ലേ? പത്രോസ് പറഞ്ഞു എൻ്റെ വേണ്ട. കാരണം അവന് സൗകര്യമില്ലായിരുന്നു. ഇത് ആദ്യം യേശു കഴിക്കഴിഞ്ഞ പിന്നെ അവൻ കഴുകണ്ടായിട്ട് വരത്തില്ലയോ? ഇന്ന് അനേകർ കാല് കഴുകുന്നുണ്ട് പെസഹ ദിവസത്തിൻ്റെ അന്ന്. അതെല്ലാം എന്താണ്? മലയാളത്തിൽ നല്ലൊരു ശബ്ദമുണ്ട്, എന്നറിയോ? പ്രഹസനമാണ്. യാതൊരു ശുദ്ധതയും അതിനകത്ത് ഇല്ല. യേശു ക്രിസ്തു പറഞ്ഞു തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ എണ്ണിക്കൊള്ളുവാൻ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? അച്ഛാൻ പാട്ട് പാടുന്നുണ്ട്, നല്ലതല്ലേ? നല്ല വർഷിപ്പ് പറയണം. പക്ഷെ ഗുഡ് തന്നെ താൻ മറ്റുള്ളവനെ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവി. ഞാനല്ല പറഞ്ഞ, പൗലോസാ പറഞ്ഞ. അടുത്ത് എന്നാന്നറിയാമോ? ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഞാൻ നോക്കുന്നത് കൊണ്ടും ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടും എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഒരല്പം നമ്മൾ ചെയ്യുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നുണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്കൊരു വേദന വരൂല, അകത്തൊരു ബുദ്ധിമുട്ട് അതുണ്ടാകണം. എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവന്റെ ഗുണം കൂടെ നമ്മൾ നോക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യം നമ്മൾ ചെയ്യാതെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശദീകരിക്കാൻ പോയാലുണ്ടല്ലോ ഇതൊക്കെ കാട് കയറിപ്പോകും. കാട് കയറിയതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ജ്ഞാനമുള്ളവരാ, നമുക്ക് ബൈബിള് കയ്യിലുണ്ട്, നമുക്ക് അറിവുള്ളവരാ. ഞാൻ അതുകൊണ്ട് അവിടെ അത് വിടുകയാണ്. ഒന്ന്, തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റുള്ളവരെ എണ്ണണം. 2, മറ്റുള്ളവരുടെ ഗുണത്തെ അറിയണം. ദൈവത്തിന് സ്തോത്രം. ഈ 2 1 മുതൽ 2 വരെ വായിക്കുമ്പോൾ ഇനിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. എത്ര ഏകം വന്നു, എത്ര ഏകത വന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ, ബൈബിള് പറയുന്ന പോലെ, കെ.വി. ചെറിയാച്ചൻ സാറ് പറയുന്ന പോലെ, വിട്ടുകൊടുക്കാനും ചിലവായി പോകാനും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ജോസഫ് ചാക്കോ കുരുടാമണിൽ എന്ന് പറഞ്ഞ് നമ്മുടെ മർത്തോമ സഭയിൽ ഒരു അച്ഛനുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാം, കുരുടാമണിൽ അച്ഛൻ എന്നാണ് പറയുന്നത്. മാരാമൺ കൺവെൻഷന് വളരെ ഭംഗിയായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യും. അച്ഛൻ ഒരു ദിവസം സൈക്കോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. എന്തെന്ന് ചോദിച്ചാൽ, ഒരു വരമ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വയലിലെ വരമ്പിൻ്റെ മുകളിൽ കൂടെ ഒരു മനുഷ്യൻ നടന്നു വരും, ഒരു സാധുവായ ഒരു മനുഷ്യൻ. ഉടനെ അങ്ങേ സൈഡിൽ നിന്ന് ഒരല്പം മസിലൊക്കെ ഉള്ളവന് മുണ്ടൊക്കെ കൈലിയൊക്കെ മടക്കി കുത്തി ഇച്ചിരി അഹംഭാവം ഉള്ളവൻ അവനിങ്ങനെ നടന്നു വരിക. അപ്പം ഈ അഹംഭാവം ഉള്ളവൻ്റെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മാറിക്കോണം, നീ എന്ത് ചെയ്യണം, നീ മാറിക്കോണം. അപ്പം ആ സാധുവായ മനുഷ്യൻ എന്തോ ഓർത്തു, ഞാൻ എന്തിനാ ഇവനോട് പോയി മുട്ടുന്നത്? കാരണം അവൻ എന്നെക്കാട്ടിലും മസിലുള്ളവൻ, അവൻ്റെ വരവേ ശരിയല്ല. അവൻ ആ കൈലി എടുത്ത് മുടക്കി കുത്തിയിട്ട് ആ വരമ്പേ നിങ്ങൾ അല്പം താഴോട്ട് ഇറങ്ങി. ഓക്കെ, ഇവനങ്ങ് പോയി, ഇവനൊന്നുകൂടെ അഹങ്കാരമായി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ അവൻ ഇറങ്ങി നിന്നെന്ന് അവനങ്ങ് പോയി. ഈ മനുഷ്യൻ എന്തു പറ്റി? അവൻ അങ്ങോട്ട് മാറിയപ്പോൾ തെളിനീരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ വരാം, തെളിനീര്. അത് പോയി കാലും കഴുകി അവൻ്റെ വഴിക്ക് പോയി. ഇവൻ പോവുക. പിന്നെ ഇനി ഒരുത്തൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അവൻ ഇവനെക്കാട്ടിലും മസിലുള്ളവനാ. മനസ്സിലായില്ലേ? അപ്പൊ ഇവന്റെ മനസ്സിലെ ചിന്ത എന്തുവാ? ഇപ്പോഴാണ് ഒരുത്തൻ എനിക്ക് വേണ്ടി മാറിയത്, അപ്പൊ ഇവനും മാറണം. അവന്റെ മനസ്സിലെന്താ? ഇവന്റെ വരവത്ര ശരിയല്ലല്ലോ, ഇന്ന് ഇവനെ നോക്കിയിട്ടേ കാര്യം. രണ്ടും അടുത്ത് വന്നു. ഇവന്റെ അഹങ്കാരം, അവന്റെ മനസ്സ് അടുത്ത് കൊടുത്തൊരൊറ്റയാട്ടി പട്ടുവോന്ന് അവൻ എവിടെ വീണു? ആ ചെളിക്കകത്ത് വീണു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അച്ഛൻ ഇങ്ങനെ കാണിക്കുമായിരുന്നു, ഞാൻ ഈ പോഷന് വഴിമാറി കൊടുക്കുന്നു. കൊടുത്താലേ എന്തിനാ പോയി മസിലും പിടിച്ചു പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ളവനെ ആര് നോക്കിക്കൊള്ളും? നമ്മളിലും ശക്തൻ ഒരുവൻ നോക്കിക്കൊള്ളും. അല്പം ഒന്ന് ഇറങ്ങിക്കൊടുക്കുന്നുണ്ട്, ഇച്ചിരി ചള്ള പറ്റി, അത് ശരിയാ.
അതിന് തൊട്ടടുത്ത് തെളിനീരുണ്ട്. കാല് കഴുകി അവൻ പോകേണ്ട ഇടത്തിൽ അടുത്ത വാക്ക് നോക്കണം, അവൻ സമാധാനത്തോടെ പോയി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഐക്യം, ഏകത എന്നുള്ളതിന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ ദയവ് ചെയ്ത് അത് പോയി വായിക്കണം. പൗലോസ് എഴുതുകയാ, സാധാരണക്കാർ എടുത്തു പറയുന്നത് എനിക്ക് പോലും അതിനുള്ള യോഗ്യതയില്ല. ആയതിനാൽ ഐക്യത്തോടെ ഇരിക്കണം, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം, അതിൻ്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? രക്ഷയ്ക്കായി യേശുക്രിസ്തു അല്ലാതെ വേറൊരു നാമം ഇല്ല. മത്തായിയുടെ സുവിശേഷം പറയുമ്പോൾ പറഞ്ഞു, ഒരു രക്ഷകൻ നിനക്ക് വേണ്ടി നിന്നിൽ കൂടെ ഉൽപ്പന്നപ്പെടും, അവൻ ലോകത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും. യേശുക്രിസ്തു രക്ഷകനാണ്, യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കൈ ഉയർത്തണ്ട. രക്ഷിക്കപ്പെട്ട എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? രക്ഷിക്കപ്പെട്ടവർ അവർ യേശുവിനോട് കൂടെ നടക്കും. അവൻ രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു? ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. റോമർക്കെഴുതിയ ലേഖനം പറയുമ്പോൾ മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും എന്ത് ചെയ്യപ്പെട്ടു? അവൻ രക്ഷപ്പെട്ടു. അവരെ രക്ഷിക്കപ്പെട്ടവരെന്നുള്ള യേശുക്രിസ്തുവിൽ കൂടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിനക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത് സാധാരണ രക്ഷ അല്ല. ആ രക്ഷ എങ്ങനെ വാങ്ങിച്ചത്? എങ്ങനെ വാങ്ങിച്ചു? വില കൊടുത്തു വാങ്ങിച്ചതാണ് ആ രക്ഷ. നമ്മുടെ ഇവിടെ വന്ന മിഷണറിമാരുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ പഠിപ്പിക്കണം. സൺഡേ സ്കൂളിലും യൂത്തിലും സ്ത്രീജന സഖ്യത്തിലും ഒക്കെ പഠിപ്പിക്കേണ്ടതാണ് ഈ മിഷണറിമാരുടെ ജീവചരിത്രം. ഉടനെ നമ്മൾ നേരെ അങ്ങ് പോകും, വില്യം കയറി അങ്ങോട്ടും എല്ലാം പോകും. ഇവിടെ വന്ന കുറേ ആളുകളുണ്ടെന്ന് ഈ കേരളത്തിലെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്ന LMS മിഷണറീസ് ഉണ്ട്, മധ്യ തിരുവിതാംകൂർ വന്ന CMS മിഷണറീസ് ഉണ്ട്, പിന്നെ വടക്കൻ പ്രദേശത്ത് വന്നയാ ബാസൽ മിഷണറീസ് ഉണ്ട്. അവരുടെ ജീവചരിത്രങ്ങൾ നോക്കണം. ചുമ്മാതൊന്നുമല്ല നമുക്ക് ഈ ദൈവവചനം കിട്ടിയത്. അന്നേരം പറഞ്ഞു, ഞങ്ങൾ അങ്ങ് പുള്ളിയുടെ പേരെന്തുവാ, തോമസ് അപ്പോസ്തലന്റെ കാലത്തുണ്ടായിരുന്നു. അതും നല്ല കാര്യമാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്ന് പെണ്ണുമെല്ലാം കെട്ടി പിള്ളേരുമായിട്ട് ഇപ്പം പാസ്റ്റർ എന്നാ പറയുന്നത്, നമ്മുടെ ചെന്നൈയിലെ പുള്ളിയുടെ കൊച്ചുമക്കളൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെ? തോമസ് അപ്പോസ്തലന്റെ കൊച്ചുമക്കൾ അവിടെ താമസിക്കുന്നുണ്ടോ ചെന്നൈയില്? മൈലാതുരയില്? അല്ല, എന്തുവാ സ്ഥലത്തിന്റെ പേര്? ഉണ്ടോ? മൈലാപ്പൂരിലുണ്ടോ? താമസിക്കുന്നുണ്ടോ? ആ മനുഷ്യനെ കുത്തിയാ കൊന്നത്. രക്തം ചീന്തിപ്പെടാൻ ഞാനും നിങ്ങളും കർത്താവിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന രക്ഷ അത്ര ഊപ്പാപ്പം കളിയുള്ള കാര്യങ്ങളല്ല, ഇത് വില കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് പൗലോസ് പറയുന്ന, നീ അതില് ഭയത്തോടും വിറയലോടും കൂടെ അതിനു വേണ്ടി പ്രവർത്തിപ്പീൻ. എന്ന് പ്രവർത്തിക്കണം? ദിവസം പ്രതി അതിനു വേണ്ടി പ്രവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ, ഞാനും നീ അനുഭവിക്കുന്ന ദൈവവേദന എന്നുള്ള പദവി, ക്രിസ്ത്യാനി എന്നുള്ള പേര് എവിടുന്ന് ലഭിച്ചു? അത് വില കൊടുത്ത് വാങ്ങിച്ചതാ. ആമേൻ. അതെന്തോ വിലയാ? കാശ് കൊടുത്താണോ വാങ്ങിച്ചേ? ജീവൻ കൊടുത്ത് വാങ്ങിച്ചത്, രക്തം ചിന്തി വാങ്ങിച്ചത്. നമ്മൾ എന്തുമാത്രം ഉത്സാഹിതരാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ രക്ഷ എന്തുമാത്രം പക്വതയും സുരക്ഷിതത്വവും വാ. അതുകൊണ്ട് ആദ്യമേ ഞാൻ ആ പാട്ട് പാടിയത്, രാത്രി കഴിവാറായി പകലേറ്റം അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ. നിങ്ങൾക്ക് ആ ശാമരി സ്ത്രീയെ കുറിച്ച് അറിയത്തില്ലേ? ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 4:29 പറയുമ്പോൾ അവൾ ആ ഗ്രാമത്തിൽ ചെന്ന് അവരോട് പറഞ്ഞെന്തെന്നറിയാമോ? എന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞവനെ ഞാൻ കണ്ടിരിക്കുന്നു. അയ്യോ, അവൻ മശിഹായോ ആയിരിക്കാം എന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഇവിടെ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആ സങ്കീർത്തനക്കാരൻ പാടിയ പാട്ട് ഞാൻ ഒന്നുകൂടെ പാടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിരുവല്ലയിൽ ഒരു ഷാരോം പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങളോട് ആരാധിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഒരു അമ്മച്ചി, ആ അമ്മച്ചി നിലത്തേ ഇരിക്കുള്ളൂ, കസര ഇരിക്കത്തില്ല. അന്ന് ആ അമ്മച്ചി പാടി സാക്ഷിക്കുന്ന ഒരു പാട്ടുണ്ട്. ആ സ്വർഗത്തിൽ ഞാൻ കയറിയാൽ നീ അവിടെയുമുണ്ടല്ലോ, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ടല്ലോ, യാഹേ നീ എന്നെ എന്നും ശോധന ചെയ്തിടുന്നു, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നമ്മുടെ സകല പ്രവൃത്തി ആരറിയുന്നു? ശാമരി സ്ത്രീയെ പോലെ ചിലപ്പോൾ നമ്മുടെ പരിപാടി, എനിക്ക് ഭർത്താവില്ലെന്ന് ആരുടെ അടുത്ത് പോയാ പറഞ്ഞേ? യേശുവിൻ്റെ അടുത്ത്.
നിനക്ക് ഇത്ര ഉണ്ട്, ഇല്ല, ഇപ്പോൾ ഉള്ളത് നിൻ്റെത് അല്ല എന്ന് പറഞ്ഞു ദൈവത്തിന്. അതാ മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മറ്റേ കാര്യത്തിൽ മറിയെ അറിയാമല്ലോ. എത്ര ഭൂതങ്ങളുണ്ടായിരുന്നു? എത്ര ഭൂതം ഉണ്ടായിരുന്നു? 7 ഭൂതങ്ങളുണ്ടായിരുന്നു അല്ലേ? അവസാനം ഞാനിതിലേക്ക് പോകുന്നില്ല. അവസാനത്തോളം നിന്ന ശിഷ്യന്മാർ പോലും മാറിപ്പോയപ്പോഴും അവസാനത്തോളം കല്ലറക്കൽ കരഞ്ഞു നിന്ന ഒരു സഹോദരി ആരാ? ആ മറിയ. അതുകൊണ്ട് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മറിയയ്ക്ക്. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തു ആദ്യമായിട്ട് കൊടുത്ത ദൗത്യം മറിയയ്ക്ക്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് കൊടുത്ത രക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ആയതിനാൽ ആത്മീക ജീവിതത്തിൽ മുമ്പോട്ട് തള്ളിയോ ആത്മീക ജീവിതത്തിൽ പിൻപോട്ട് തള്ളിയോ നമ്മളെ ശത്രുവാന്ന സൈത്താൻ നമ്മളെ ഉപയോഗിക്കാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം അല്ലേ? ഞാനിങ്ങനെ ആടിക്കൊണ്ടിരുന്ന നിങ്ങൾ എന്നാ ഓർക്കുന്നു നോക്കി. ആത്മീയ ജീവിതത്തിൽ ഭയങ്കര ആട്ടമാന്ന് പറയും. നിൽക്കാനാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിൽക്കാൻ. അതെങ്ങനാന്നാ പറഞ്ഞേ? ഭയത്തോടും വിറയലോടും കൂടെ. അപ്പൊ ഈ ആലയത്തിൽ വരുമ്പോഴും പാടുമ്പോഴും കീബോർഡ് വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും PA സിസ്റ്റം വർക്ക് ചെയ്യുമ്പോഴും ഏത് ചെയ്താലും എന്തുണ്ടായിരിക്കണം? ഭയവും വേണം, വിറയലും വേണം. ഇത് ആരുടെ നാമത്തിലാ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആരംഭിച്ചേ? യേശുവിൻ്റെ നാമത്തിലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വരുന്ന തിരുമേശയെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്ത് ചെയ്യണം? നമ്മൾ ഈ വക്രതയും കോട്ടവും നിറഞ്ഞ, അവിടെ എഴുതിയിരിക്കുകയാണ് 14-ാമത്തെ വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്ത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളമാക്കളും ആകേണ്ടതിന്. അടുത്തത്, എല്ലാ പിറുപിറുപ്പും എല്ലാ വാദവും കൂടാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിപ്പീൻ എന്നാ പറയുന്നത്. അപ്പം ദൈവഭയവും വേണം. പിന്നെന്ത് വേണം? വിറയലും വേണം അല്ലേ? ഭയവും വേണം, വിറയലും വേണം അല്ലേ? ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണം. ഞാൻ ദൈവത്തെ അവിടെ കൊണ്ട് വിടുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3-ാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് വായിക്കാം. അതിൻ്റെ 15-ാമത്തെ വാക്യം, ഇവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ സ്വന്തം പള്ളിയിലാണ് പോയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി. ഞാൻ ചോദിച്ചു, നമ്മളെയും കൊണ്ട് സൊസൈറ്റിക്ക് എന്നാ പ്രയോജനം? ഈ ചേനപ്പാടി ദേശത്ത് നമ്മളെയും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ സുവിശേഷം വന്ന ഇടങ്ങളിൽ മാത്രമേ പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന സഭയ്ക്കും ക്രിസ്തീയ സമൂഹം കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തില്ല? പ്രയോജനമില്ല. 1 ജ്യോതിസുകൾ, 2 ഉപ്പെന്ന് പറയുന്നത് നോക്കിയാട്ടെ, ഉപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സ്വാദുണ്ടാക്കുന്നതും രുചി വരുത്തുന്നതുമാണ്. അത് അധികമായാലും കുഴപ്പം, അത് കുറഞ്ഞാലും കുഴപ്പം. കഴിഞ്ഞ ആഴ്ച പോയി അമ്മച്ചിക്ക് ഇച്ചിരി കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, വളരെ പ്രായമുണ്ട്. അപ്പോൾ അന്നുണ്ടാക്കിയ കറിയിലെ ഉപ്പ് കൂടിപ്പോയി. അതിനൊരു ചെറിയ ജുഗാടും പുള്ളിക്കാരത്ത് ചെയ്തു. അത് പുള്ളിക്കാരത്ത് എടുത്തു കളയാൻ മറന്നുപോയി. ആ സാധനം എനിക്കും എൻ്റെ അച്ചായനും കിട്ടി. അപ്പോൾ ചോദിച്ചെന്തുവാ? അതേ ഉപ്പിച്ചിരി കൂടിപ്പോയിരുന്നു. അപ്പം കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പം എങ്ങനെ ഉണ്ടാകണം? പാകത്തിനിരിക്കണമെന്ന് ആൻറ്റിമാർ പറയുന്നത്. എന്ത് പറയണം? ഉപ്പ് പാകത്തിന്. ക്രിസ്തീയ ജീവിതം പാകത്തിനേ ആകാവുള്ളൂ. ക്രിസ്തീയ പ്രവർത്തനം പാകത്തിനേ ആകാവുള്ളൂ. അത് കൂടിയാലും തുപ്പും, അത് കുറഞ്ഞാലും തുപ്പും. അത് കാരമില്ലാതായി പോയാൽ പിന്നെന്താണെന്നുള്ളത് പിന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 5-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം. അങ്ങനെ ഉപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? എങ്ങനെയുണ്ട് പാസ്റ്ററെ? പാകത്തിനായിരിക്കണം. അധികവും പോകണ്ട, കുറയാനും പോകണ്ട. അടുത്തത് വെളിച്ചം. വെളിച്ചം എന്നത് പറയാൻ കീഴിൽ വെക്കുവാനുള്ളതല്ല. ഈ കാണുന്ന ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്തേ, 1 by 1 ആയിട്ട് ഓഫ് ചെയ്യും തോറും എന്തുണ്ടാകും? ഇരുട്ടിന്റെ അംശം കൂടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇത് ഓരോന്നായിട്ട് ലൈറ്റ് ഇട്ട് നോക്കിക്കേ, അന്ധകാരത്തിന്റെ അംശം കുറയുകയും പ്രകാശത്തിന്റെ വലിപ്പം കൂടുകയും ചെയ്യും. നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവർ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ, നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, നിങ്ങൾ യാത്ര ചെയ്യുന്നവർ, അറിയാമോ എന്തെല്ലാം പ്രശ്നമുള്ള ആളുകളാണെന്നറിയാമോ? അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഞാൻ വിശ്വാസി, ഞാൻ വിശ്വസ്തൻ. പക്ഷെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഇന്ന് എനിക്ക് വളരെ സന്തോഷം, ഒത്തിരി പേര് പുതിയതായിട്ട് ഇന്ന് ആരാധനയ്ക്ക് വന്ന് ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത വരും ആഴ്ചകളിലുള്ള ആരാധനകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
അപ്പോൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും പ്രകാശം കൊടുക്കാറുണ്ടോ? നമ്മൾ മുഖേന ഒരുത്തൻ ഇന്ന് കർത്താവിൽ വന്നിട്ടുണ്ടോ? ഇന്ന് കുഞ്ഞോൻഷാൻ കാരണം ഒരാൾ വന്നെന്ന് ഇവിടെ പാസ്റ്റർ പറയുന്നത് കേട്ടു. നമ്മളെല്ലാം ഓരോരുത്തരല്ലേ, ആരോടാണ് നമ്മൾ സുവിശേഷം പറയുന്നത്? നമ്മുടെ ഉള്ളിലുണ്ടല്ലേ നമുക്ക് സന്തോഷം ഉണ്ടല്ലേ നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മുമ്പിൽ നമ്മുടെ അകത്തിരിക്കുന്നത് എന്തെല്ലാം കെടുപിടുകൾ കാര്യങ്ങളാണെന്നറിയാമോ? അപ്പം നമുക്ക് യേശു ക്രിസ്തുവിൽ സന്തോഷമില്ലാത്തപ്പം നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് ചെയ്യില്ല? പറയില്ല. ഞാൻ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നാളെ ഞാനൊരു അടക്കിന് പോവുകയാണ്. എൻ്റെ അമ്മാച്ചൻ മരിച്ചിരിക്കുന്നു. നാളെ 1 മണിക്ക് അടക്കാണ്. അതിനുശേഷം എനിക്കൊരു ആവശ്യത്തിന് ഞാൻ വീട്ടിൽ പോകണം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. അന്ന് ജ്യോതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നടക്കണം. പലരും പറഞ്ഞു അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. നടക്കത്തില്ല, പക്ഷെ നടക്കണം. എനിക്കത് ആവശ്യമാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനാൽ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമുള്ളവരായിട്ട് നമ്മൾ ചേരണം. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണമെങ്കിൽ നമ്മൾ സ്വയം പ്രകാശിക്കണം. ഞാൻ അവിടെ കൊണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. തിമത്തിയോസ് പ്രകാശിച്ചു. എപ്പത്തിയോസ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ആ പൗലോസ് കടന്നപ്പം കൂടെ പോയി നിന്ന് ശുശ്രൂഷിച്ച മനുഷ്യനാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായി പ്രവർത്തിക്കുന്നവരൊന്നും വലിയ പ്രസക്തരുള്ളവരൊന്നും അല്ല, അല്ലേ പാസ്റ്ററെ? ഇപ്പം ഞാനൊരു FM മിനിസ്റ്റർ, എന്നെക്കുറിച്ച് ആർക്കറിയാം? നിങ്ങളെപ്പോലെ പരിചയമുള്ള 10 പേർക്കറിയാം. നമ്മൾ വലിയ കൺവെൻഷൻ പ്രസംഗനോ വലിയ ലുക്കുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ദൈവം നിങ്ങളിൽ കൂടെ എത്രയോ നന്മകൾ ചെയ്യുന്നു. എത്രയോ ആത്മാക്കൾ, എത്രയോ കുടുംബങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെങ്കിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ആര് പ്രവർത്തിക്കണം? ഞാനും പ്രവർത്തിക്കണം, എൻ്റെ കുടുംബവും പ്രവർത്തിക്കണം, ഈ സഭയും പ്രവർത്തിക്കണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാരാ പൗലോസ് പറയുന്നത്? പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങൾ പ്രകാശിക്കണം. പൗലോസ് ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിനോട് പറയുക, നിങ്ങൾ പ്രകാശിക്കണം. എന്തിനു വേണ്ടിയാ? അന്ധകാരത്തിലിരിക്കുന്ന അനേകർക്ക് ആശ്വാസവും വെളിച്ചവും ലഭിക്കുവാനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാനത്തെ ഭാവം കൂടെ വായിച്ച് നമുക്ക് തീർക്കാം. എന്നിട്ട് പൗലോസ് പറയുകയാണ് 21-ാമത്തെ വാക്യത്തിൽ, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ഇവിടെ നോക്കിക്കേ, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല നോക്കുന്നത്, പിന്നെ എന്താ കാര്യമാ? സ്വന്തം കാര്യം. അതിൽ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 പേരിൽ ഒരുവനുണ്ടായിരുന്നു. അവന്റെ പേരെന്തായിരുന്നു? യൂദാ. 11 പേര് യേശുപ്പച്ചന്റെ കൂടെ നടക്കുക. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന് വേണ്ടി. അതിൽ ഒരുത്തരെന്ത് ചെയ്യപ്പെട്ടു? അവൻ സ്വന്തം കാര്യം നോക്കി. ആ സ്വന്തം കാര്യം നോക്കിയവന്റെ അവസാനം എന്തായി? അവൻ നിത്യജീവൻ അവകാശിയല്ലാതായി തീർന്നു. ദൈവം അവനിൽ ചെയ്യേണ്ട പ്രവൃത്തി അവൻ സ്വയം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്തു. അവന്റെ ശരീരത്തെയും അവന്റെ ആത്മാവിനെയും അവൻ നഷ്ടപ്പെടുത്തി. പക്ഷെ അവൻ ആരുടെ കൂടെയാ നടന്നേ? ആരുടെ കൂടെയാ നടന്നേ? യേശുവിന്റെ കൂടെയാ നടന്നേ. ഈ 11 ശിഷ്യന്മാർ കണ്ട അത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മയും എല്ലാം ആരും കണ്ടിട്ടുണ്ട്? ഈ യൂദായും കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ യൂദായ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? തന്നെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ജീവിക്കുന്ന ഒരു ദിവസമെങ്കിലും ജീവിച്ചാൽ നമ്മൾ പറയല്ലേ, ഡാ ചെയ്താൽ ആണായിട്ട് ജീവിക്കണോടാ എന്ന് നമ്മൾ സാറിനോട് പറയാറില്ലേ? ഒരു ദിവസം ജീവിച്ചാലും വിശ്വാസിയായിട്ട് ജീവിക്കണം, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, സാക്ഷ്യമുള്ളവനായിട്ട് ജീവിക്കണം. ഞാൻ യേശുവിൻ്റെ ശിഷ്യനെന്ന് പറയാൻ ഉള്ള അഭിമാനം നമുക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും താഴ്മയും അനുസരണമുള്ളതായിരിക്കണം. 2, നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിപ്പീൻ. 3, നിങ്ങൾ ലോകത്തിലെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. 4, ക്രിസ്തുവിൻ്റെ കാര്യം നിങ്ങൾ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലൊരു കുടുംബം വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഫീൽഡ് വിസിറ്റിങ്ങിന് പോയപ്പോൾ പുരുഷന്മാർ താമസിച്ചത് ബോയ്സ് ഹോമിലും ചിൽഡ്രൻ ഹോമിലും, സഹോദരിമാർ താമസിച്ചത് ഗേൾസ് ചിൽഡ്രൻ ഹോമിലുമാണ് താമസിച്ചത്. 350-ലധികം കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. പാറയാണ് ആ ഏരിയ മുഴുവൻ. അവർക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്. 500 രൂപയ്ക്ക് അവർ ടാങ്കറിൽ അടിച്ചാണ് അവർ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മിഷണറിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? ഞങ്ങൾക്കൊരു കിണർ വേണമെന്ന് പറഞ്ഞു.
കിണർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കിണറല്ല ഉദ്ദേശിക്കുന്നത്, പാറയായതുകൊണ്ട് അവർ കുളം പോലത്തെ കിണറാണ് ഉപയോഗിക്കുന്നത്. 2, അവർക്കൊരു ജനറേറ്റർ വേണം ഈ 2 ഹോമിനൂടെ കൂടി. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ, ഈ കിണറിന് 5 ലക്ഷം രൂപ ചിലവാകുവേ. 5 ലക്ഷം രൂപ കിണറിനും 5 ലക്ഷം രൂപയുടെ ജനറേറ്ററും. അപ്പം ഞങ്ങൾ പോയവർ പറഞ്ഞു ഞങ്ങളത് ചെയ്യാം. ഇപ്പം ഇവിടെ വന്ന് നിങ്ങളെപ്പോൾ ഉള്ള ഓരോരുത്തരെയും സമീപിക്കണം, അപ്പോഴേ ആ ടാർഗറ്റ് അച്ചീവ് ആവുകയുള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിൻ്റെ അകം ഒരു കിണറും പണിത് കൊടുക്കണം, ഒരു ജനറേറ്ററും വാങ്ങിച്ചു കൊടുക്കണം. ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ ഫാമിലിയോട് കൂടെ ഇരിക്കുമ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ തീർക്കുന്നതിന് മുമ്പേ ആ ആൻറ്റി വിളിച്ചു അവരുടെ പരിഭവം പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ സാറിന് നല്ല താല്പര്യമുണ്ട് കൊടുക്കാനായിട്ട്. ആൻറ്റി ഉടനെ പോയി വിലങ്ങിലിട്ടു. ഉടനെ ഞാൻ പറഞ്ഞു ഈ വർഷം ഈ ചർച്ച് പണിതതിൻ്റെ സ്റ്റോറി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു, അച്ഛാ എന്നാലാവുന്നത് ഞാനും ചെയ്യാം, എന്നാലാവുന്നത് ഞാനും ചെയ്യാം. ദൈവവേലയ്ക്ക് ചെയ്യണം, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം. സ്തോത്രം. നിക്ഷേപങ്ങൾ നമുക്കറിയാമല്ലോ എവിടെ കൊണ്ട് നിക്ഷേപിക്കണം എന്നുള്ളത്. 350 കുഞ്ഞുങ്ങൾ പഠിക്കുവാണെന്ന്, ആ കുഞ്ഞുങ്ങൾക്ക് കുടിവെള്ളമില്ലെന്ന്, നമുക്ക് നല്ല വിദ്യാഭ്യാസവും. ഇന്നലെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ മൂത്ത കുട്ടിയോട്, ഷാർലോടെ മൂത്ത, നീ വളരെ ലക്കിയാണ്. കാരണം നീ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിന്നാണ് പഠിച്ചത്. നീ കാശ് കൊടുത്താണ് BSc നേഴ്സിംഗ് പഠിച്ചത്. എന്നാൽ മിഷണറി കുഞ്ഞുങ്ങളോ അവർ 1-ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ പഠിക്കുന്നു. അവർ മെറിറ്റിലാണ് പഠിക്കുന്നത്, കഷ്ടപ്പെട്ട് മെറിറ്റിൽ പഠിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ. കാരണം കാശ് കൊടുക്കാനില്ല. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാ. ആ അനുഗ്രഹത്തിൽ നിന്ന് ഈ വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ഞാൻ അനേക കാര്യങ്ങൾ ദൈവജനത്തോടനുബന്ധിച്ച് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളെ ടച്ച് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ അല്ലായിരുന്നു, വേറെ എവിടെയോ ആയിരുന്നു. അത് കാണാനുള്ള ഉൾക്കാഴ്ച നമുക്കില്ലല്ലോ. കേൾക്കുക മാത്രമല്ല, അതനുസരിക്കുകയും ചെയ്യണമെന്ന് പൗലോസ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാമോ, നമ്മൾ അടുപ്പ് കത്തിക്കും. ഇപ്പം ആരും അടുപ്പ് കത്തിക്കാറില്ല. ഞങ്ങൾ ഈയിടെ അടുപ്പ് കത്തിച്ചു വീട്ടിൽ, ഇവിടെ അല്ല നാട്ടിൽ. ഗ്യാസ് തീർന്നു പോയി. അപ്പം അടുപ്പ് കത്തിച്ചപ്പോഴേക്കും ആ വിറകെല്ലാം എടുത്തു വെച്ച് അതിനകത്ത് അല്പം ഈർപ്പമുള്ള വിറകെല്ലാം കൂടെ എന്ത് ചെയ്തു, മാറ്റിവെച്ച് കത്തുന്നതെല്ലാം കൂടെ കൂട്ടി വെച്ച് കത്തിച്ചിട്ട് കത്തിത്തുടങ്ങിയപ്പോൾ ഈർപ്പമുള്ളതും കൂടെ വെച്ചു, അതും കൂടെ കത്തി കുളിക്കുവാനുള്ള വെള്ളം ചൂടാക്കി. വിവരം മനസ്സിലായി കാണും. ഞാൻ ഓർക്കണം, അവിടെ ഞാൻ അവസാനിപ്പിക്കുക. കത്തിക്കോണം. നമ്മൾ കത്തിയ ഈർപ്പമുള്ളവരും ഓട്ടോമാറ്റിക്കലി കത്തിക്കോളും. ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കണം, അനുസരിക്കണം, താഴ്മ വേണം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പൗലോസ് കാരാഗ്രഹത്തിലിരുന്ന് തന്നാൽ ഉരുവാക്കപ്പെട്ട ഫിലിപ്പിയ സഭയ്ക്ക് എഴുതി ധൈര്യപ്പെടുത്തിയ തിരുവചനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വായിച്ചു, ഞങ്ങൾ കേട്ടു. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന്. അത് താഴ്മയും അനുസരണവും, മറ്റുള്ളവരെ തങ്ങളെ താൻ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുവാൻ, ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന രക്ഷ അത് ഭയത്തോടും വിറയലോടും കൂടി അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ, നിലനിൽക്കുവാൻ, ചുറ്റുപാടുകളിൽ ജ്യോതിസുകളെ പോലെ ജീവിപ്പാൻ, സ്വന്തം കാര്യമല്ല ദൈവകാര്യങ്ങളിലൂടെ നോക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ വെറും കേൾക്കുന്നവരല്ല കർത്താവേ, അത് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം. ഞങ്ങളാലെ കഴിയത്തില്ല പക്ഷേ ഇതെല്ലാം ചെയ്യുവാൻ. എന്നാൽ നീ ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അടിയനെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.